ഹായ്, വെൽക്കം ടു ക്രാക്കോൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർ ആണ്. 2025-26 കുറച്ച് കറണ്ട് അഫെയർസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ അടുത്ത് യുനെസ്കോ ദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികകൾ ഉൾപ്പെടുത്തിയ ഇന്ത്യയിൽ നിന്നുള്ള ആഘോഷം ഏതാണ്? ദീപാവലിയാണ് കേട്ടോ. ദീപാവലിയാണ് യുനെസ്കോ ദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് സിസ തോമസ്. സിസ തോമസ് ആണ് കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ടുള്ളത്. ഈ സിസ തോമസിന്റെ കീഴിൽ കുറെ പ്രശ്നങ്ങൾ ഈ സർക്കാരുമായിട്ട് കുറെ ഉണ്ടായിരുന്നല്ലോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരും ഗവർണറും ഒക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ഒരുപാട് നിയമന പ്രശ്നങ്ങൾ, ഒരുപാട് ന്യൂസ് ആയ ഒരു സംഭവമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു കറണ്ട് അഫയർ ശ്രദ്ധിച്ചു. കാരണം വെച്ചാൽ ഇത് PSCക്ക് ചോദിക്കാൻ സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയർ. കാരണം ഇത് ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ചാനലുകളിലൊക്കെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള സംഭവമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്പേസ് എക്സ് വിക്ഷേപിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? അത് ജൂപ്പിറ്റർ 3 ആണ് കേട്ടോ. ജൂപ്പിറ്റർ 3 ഏത് കമ്പനിയാണ് വിക്ഷേപിക്കുന്നത്? സ്പേസ് എക്സ് ആണ് വിക്ഷേപിച്ചത് കേട്ടോ. സ്പേസ് എക്സ് വിക്ഷേപിച്ചാണ്. പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം അതാണ് ജൂപ്പിറ്റർ 3 കേട്ടോ. ജൂപ്പിറ്റർ 3ന്റെ പ്രത്യേകത ഓർത്ത് വെക്കുക. അത് ഏത് ഇതാണ് അയച്ചത്? സ്പേസ് എക്സ് ആണ് അയച്ചതെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ വേണ്ടി മേരി യോജന എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പം ചോദിക്കാൻ സാധ്യത, ഈ PSC ചോദിക്കാൻ സാധ്യത എന്താണ്? മേരി യോജന എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. ഈ മേരി യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. എന്താണ്? ക്ഷേമ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ മേരി യോജന എന്നൊരു പദ്ധതി വന്നത് എവിടെയാന്ന് ചോദിക്കാം. അത് ഉത്തരാഖണ്ഡാണ്. ഏതാണ്? മേരി യോജന ഉത്തരാഖണ്ഡ്. അത് ഓർത്ത് വെക്കുക. ഇനി മറിയം വെബ്സ്റ്റർ ഡിക്ഷണറി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത് സ്ലോപ്പ്. ഇപ്പൊ നമ്മൾ കുറെ എണ്ണമായില്ല, നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറെ ഇത് പഠിച്ചിട്ടുണ്ട്. കുറെ ഡിക്ഷണറികളും അവരുടെ വേർഡ് ഓഫ് 2025 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു ക്രോഡീകരിച്ച് എഴുതി വെക്കുക. നമ്മൾ ഈ ഇപ്പോൾ ഓരോ ക്ലാസ്സിലും പണ്ടുള്ളത് ക്രോഡീകരിച്ച് എഴുതി വെച്ചിട്ട് നമ്മൾ ആ ഒരെണ്ണം മാത്രമായിട്ട് സെക്ഷൻ ആക്കുക. ഒരു പേജിൽ നമ്മൾ ഈ ഡിക്ഷണറികളുടെ മാത്രമായിട്ട് എഴുതി വെക്കുക. ഡിക്ഷണറികളുടെ 2025 വേർഡ് ഏതാണോ ഓരോ ഡിക്ഷണറിയും തിരഞ്ഞെടുത്തുള്ളത് ആ വേർഡ് എഴുതി വെക്കുക. കാരണം ഇപ്പൊ 2-3-4 വേർഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3-4 ഡിക്ഷണറികളുടെ വേർഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓർഡറിൽ എഴുതി വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് കിട്ടും. 2020 ഡിസംബറിൽ ഇന്ത്യയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഒമാനാണ് കേട്ടോ. ഒമാനാണ്. ഇന്ത്യയിൽ ആദ്യ വന്യജീവി സൗഹൃദ പാത. വന്യജീവി സൗഹൃദ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ NH45 ആണ്. അത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വന്യജീവി സംരക്ഷണ നിയമത്തിലെ മനുഷ്യന് ഭീഷണിയാവുന്ന കാർഷിക വിളകൾക്കും മറ്റും ഭീഷണിയാവുന്ന മൃഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2ാം ഷെഡ്യൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ച മൃഗം അത് നാട്ടുകുരങ്ങാണ്. ഈ നാട്ടുകുരങ്ങ് നമുക്ക് എല്ലാവർക്കും ഭീഷണിയാണല്ലോ. ഈ വന്യമൃഗങ്ങളിൽ ഏറ്റവും ഭീഷണിയായിട്ടുള്ള ഒരു ജീവിയാണ് കുരങ്ങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. അതായത് കൃഷിക്കാർക്കും സാധാരണക്കാർക്ക് ഈ കാടുമായി റിലേറ്റഡ്, അല്ലെങ്കിൽ കുറച്ച് കാട് വേണ്ട. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കാട് വേണ്ട. കാട് പോലെ കുറച്ച് അധികം ഇതായിട്ടുള്ള സ്ഥലങ്ങൾ, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും ഈ കുരങ്ങൾ വന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ വൻ നാശമായിരിക്കും വിതയ്ക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ കൃഷി എന്ന് പറഞ്ഞ സംഭവമേ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള മൃഗങ്ങളെ ഉൾപ്പെടുത്തുന്ന ഷെഡ്യൂളാണ് 2ാം ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് നാട്ടുകുരങ്ങിനാണ് കേട്ടോ. അങ്ങനെ ഈ പ്രശ്നക്കാരായിട്ടുള്ളവരെ ഇതാക്കുന്ന ഷെഡ്യൂൾ, പ്രശ്നക്കാരായ മൃഗങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ 2ാം ഷെഡ്യൂൾ. അത് ഓർത്ത് വെച്ചോളുക. കാരണം അതും PSC ചോദിക്കാം. കറണ്ട് അഫയർ ആയിട്ട് അല്ലാതെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഈ 2ാം ഷെഡ്യൂളിന്റെ സംഭവം. ആ 2ാം ഷെഡ്യൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ച മൃഗം ചോദിച്ചാൽ അത് നാട്ടുകുരങ്ങാണ്. റൺ ഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായി 2025 ഡിസംബറിൽ വിനോദസഞ്ചാരത്തിന് തുറന്നു കൊടുത്ത സിക്കിമിലെ ചുരം അത് ചോല ഡോക്ല ചുരമാണ്. ചോല ഡോക്ല ചുരം എന്തിനു വേണ്ടിയാണ് തുറന്നു കൊടുത്തത്? അത് റൺ ഭൂമി ദർശൻ പദ്ധതിയുടെ ഭാഗമായിട്ട് തുറന്നു കൊടുത്താണ് കേട്ടോ. റൺ ഭൂമി ദർശൻ പദ്ധതി. അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട്, റൺ ഭൂമി ദർശൻ പദ്ധതി എവിടെയാണ്? അത് സിക്കിമിലാട്ടോ. സിക്കിമും ആയി ബന്ധപ്പെട്ട് സിക്കിമിലെ ചുരമാണ് തുറന്നു കൊടുത്തത്. റൺ ഭൂമി ദർശൻ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനം ചോദിച്ചാൽ അത് സിക്കിമാണ്. അത് ഭാഗമാണ്. സിക്കിം അതല്ല, അത് സിക്കിമും ഒരു ഭാഗമാണ്. ഈ 2025 ഡിസംബറിൽ അന്തരിച്ച ജ്ഞാനപീഠ പുരസ്കാരം ചെയ്തത് അതാരാണ്? അത് വിനോദ് കുമാർ ശുക്ലയാണ്. വിനോദ് കുമാർ ശുക്ല. 2026 കരസേന ദിനാഘോഷത്തിന് വേദിയാവുന്ന നഗരം ജയ്പൂർ. 2020 ഡിസംബറിൽ ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ ഓഫ് എയറോസ്പേസ് ഫോഴ്സും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് അവിലാന്തർ 2025.
ഈ എക്സസൈസുകൾ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സസൈസുകളെല്ലാം പഠിച്ചു വെക്കുക. എക്സസൈസുകൾ നമുക്ക് ഇങ്ങനെ നെറ്റിലൊക്കെ തപ്പിയാലും അല്ലാതെയൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറേ എക്സസൈസുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫോഴ്സുകൾ, ഓരോ ഫോഴ്സുകൾ നടന്ന എക്സസൈസുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ, മുമ്പ് ആ ഡിക്ഷണറി വേർഡിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ എക്സസൈസ് 2025 നടന്നിട്ടുള്ള ഇന്ത്യൻ മറ്റ് രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ ഫോഴ്സുകളായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല ഒരുമിച്ചുള്ള ഫോഴ്സുകൾ, ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലെ ഫോഴ്സും ഇന്ത്യക്ക് പുറത്തുള്ള വേറെ രാജ്യങ്ങളുടെ ഫോഴ്സും ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഇങ്ങനത്തെ സംയുക്ത സൈനിക അഭ്യാസം അല്ലെങ്കിൽ സംയുക്ത എക്സസൈസുകളൊക്കെ പേരെന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് എഴുതി പഠിക്കുക. കാരണം കൂടുതൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചോദിക്കാറുള്ളൂ സാധാരണ. അത് കൂടുതൽ 2025 ഇനി വരുന്ന എക്സാമുകൾ 2026 കൂടുതൽ എക്സാമുകൾ വരുന്നത്. അപ്പോൾ 2026 ചോദിക്കുക. പിന്നെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര അക്യുറേറ്റ് ആണ്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാസം മുമ്പത്തെ വരെയുള്ള കറണ്ട് അഫയർ, ഒരു എക്സാമിന് 2 മാസം മുമ്പത്തെ കറണ്ട് അഫയർ അല്ലെങ്കിൽ 3 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയർ ഒക്കെ പഠിച്ചാൽ മതി എന്ന് പറയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ ഒരാഴ്ച മുമ്പ്, അതായത് എക്സാമിന് ഒരാഴ്ച മുമ്പ് നടക്കുന്ന കറണ്ട് അഫയർ വരെ അവർ ചോദ്യത്തിൽ കയറ്റാറും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ അപ് ടു ഡേറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടാൻ, നമ്മൾ ഒരുപാട് റാങ്ക് താഴെ പോകും. കാരണം റാങ്ക് നിശ്ചയിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ടോപ്പിക്കാണ് എന്ത്, കറണ്ട് അഫയർ എന്ന് പറയുന്നത്. റാങ്കിൽ നമ്മൾ മേലെ എത്തണോ താഴെ പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരുപാട് പ്രസക്തിയുള്ളൊരു ടോപ്പിക്കാണിത്, ഈ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. 2020 ഡിസംബറിൽ ISRO ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം വിക്ഷേപിച്ചു. അതേതാണ്? അത് ബ്ലൂ ബേർഡ് 6 ആണ് കേട്ടോ. ബ്ലൂ ബേർഡ് 6. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. കാരണം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ ജനറൽ ആശുപത്രിയിലൊന്നും, ജില്ലാ ആശുപത്രിയിലൊന്നും നടത്തിയിട്ടില്ല. എല്ലാ മറ്റേ വലിയ വലിയ മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ മറ്റേ പ്രൈവറ്റ് ഭയങ്കര വലിയ പ്രൈവറ്റ് ആശുപത്രികളൊക്കെയാണ് കൂടുതൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇങ്ങനെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കൂടുതൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അതോടെ ഒരു ജില്ലാ ആശുപത്രി അങ്ങനെ ഒരു കാര്യം ചെയ്തു. അതാണ് എറണാകുളം ജനറൽ ആശുപത്രി കേട്ടോ. എറണാകുളം ജനറൽ ആശുപത്രി. ഈ അടുത്ത് ഇന്ത്യയിൽ എവിടെയാണ് മണ്ണ് തടാകം നിലവിൽ വന്നത്? അത് മേഘാലയയിലാണ് കേട്ടോ. മണ്ണ് തടാകം നിലവിൽ മേഘാലയ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പൽ, അത് സമുദ്രപ്രതാപമാണ് കേട്ടോ. ഇന്ത്യയിൽ കുറേ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഈ കപ്പലുകളുടെ പേര് കുറേ എണ്ണം പഠിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ലിസ്റ്റാക്കി പഠിക്കുക. കാരണം മിക്ക കാര്യങ്ങളും നമ്മൾ റിലേറ്റഡ് ആയിട്ട് കുറേ സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. അതൊരു ലിസ്റ്റ് പോലെ ആക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സുഖം, ഈ കറണ്ട് അഫയർ പഠിക്കാൻ സുഖമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ അവാർഡുകൾ, ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയുള്ള കോസ്റ്റ് ഗാർഡുകൾ, ഈ കപ്പലാണെങ്കിൽ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇയറിലെ വേർഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക, അങ്ങനെ വരുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് ഓരോന്നോരോന്ന് വരുന്നതനുസരിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനം നമ്മൾ നോക്കുമ്പോൾ റിവിഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ ഈ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പം നമ്മളിത് നമ്മുടെ ഓരോ ക്ലാസ്സിൽ നമ്മൾ ഇത് പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഇത് വരുന്ന അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ബുക്കിനകത്ത് ഓരോന്നിനും ഓരോ സെക്ഷൻ തിരിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ക്ലാസ്സിൽ പറയുന്നതനുസരിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സെക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ കുറേ വലിച്ചു വാരി എഴുതാതെ അങ്ങനെ പേജുകളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിവിഷൻ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. കാരണം ഇത് നമുക്ക് പെട്ടെന്ന്, പക്ഷേ ഇത് നമുക്ക് ഒറ്റ ക്ലാസ് ആയിട്ട് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തരൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് പെട്ടെന്ന് കിട്ടൂല. ഇത് ഒരുമിച്ച് ഒരു ലിസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഇയർ എൻഡ് ഒക്കെ ആവണം. അപ്പോൾ 2025 മാത്രം ചോദിച്ചാൽ നമുക്ക് ഇനിയിപ്പം കുറേ ക്ലാസ്സുകൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ 2026 കുറേ വരാറുണ്ട്. ഇപ്പോൾ അവാർഡുകൾ നമ്മൾ 2025 മാത്രമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ അവാർഡുകൾ 2025 ഡിസംബർ വരെ പ്രഖ്യാപിച്ചിട്ടുള്ള അവാർഡുകളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ 25 ചെയ്യാൻ പറ്റും. പക്ഷേ 26 ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോ തവണ ഇങ്ങനെ പ്രഖ്യാപിച്ച് വരും. അപ്പോൾ അതിനനുസരിച്ച് ആ ലിസ്റ്റിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കറണ്ട് അഫയർ ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഈ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് തൊട്ട് ഒരു മാസത്തിനുള്ളിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷഫിളായിട്ടായിരിക്കും വരിക. ആ ഷഫിളായിട്ടുള്ളതിനെ നിങ്ങൾ ക്രോഡീകരിക്കുക. നിങ്ങളുടേതായ ഒരു എഫേർട്ട് ഇട്ട് നിങ്ങൾ ക്രോഡീകരിക്കുക. അങ്ങനെ എഴുതുമ്പോൾ സമയം പോയെന്ന് ഒരിക്കലും വിചാരിക്കണം. കാരണം എഴുതുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. 2025 സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കളാരാണ്? കണ്ണൂർ വാരിയേഴ്സ് ആണ് കേട്ടോ. 2025 സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കളാരാണ്? കണ്ണൂർ വാരിയേഴ്സ് ആണ്. 2025 ഡിസംബറിൽ ഏത് മലയാള കവിയുടെ 40ാം ചരമവാർഷികമാണ് ആചരിച്ചത്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ കേട്ടോ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത് ഛത്തീസ്ഗഡ്. പ്രഥമ അന്താരാഷ്ട്ര സ്പൈസസ് റൂട്ട് സമ്മേളനം വേദിയാവുന്നത് കൊച്ചിയിലാണ് കേട്ടോ വേദിയാവുന്നത്. ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളം. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭ ചെയർപേഴ്സൺ ചോദിച്ചാരാണ്? പി വിശ്വനാഥനാണ് കേട്ടോ. പി വിശ്വനാഥൻ. ഇലോൺ മസ്കിന് ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ ആദ്യ ഓഫീസ് നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. 2020 ഡിസംബറിൽ പോസ്റ്റൽ സംവിധാനം നിലത്തിലാക്കിയ രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പോസ്റ്റൽ സംവിധാനം പൂർണ്ണമായിട്ടും അവിടെ നിരോധിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിൽ നിരോധിച്ചു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ 2026-29 വർഷത്തെ അത്ലറ്റിക് കമ്മീഷന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് പി വി സിന്ധുവിനെയാണ്. ആരാണ്? പി വി സിന്ധു.
2007 ഡിസംബറിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ലഭിച്ച ക്രിക്കറ്റ് താരം വൈഭവ് സൂര്യവംശിയാണ്. ഈ വൈഭവ് സൂര്യവംശിക്ക് ഇപ്പോൾ കുറേ അവാർഡുകളും കുറേ ഇത് കിട്ടിയിട്ടുണ്ട്, കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല പല പല ഇതിൽ പുരസ്കാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓർത്ത് വെക്കട്ടോ. ഈ വൈഭവ് സൂര്യവംശി എന്ന് എഴുതിയിട്ട് പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഈ 2025 കിട്ടിയിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളും എഴുതുക. കാരണം ഈ സ്പോർട്സിന്റെ ഭാഗത്ത് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഇപ്പം വൈഭവ് സൂര്യവംശിയെ പറ്റി വരാൻ സാധ്യതയുണ്ട്. കാരണം വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് ഒരുപാട് ഇതായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ഒരുപാട് ന്യൂസ് വാല്യൂ ഉള്ള ആളാണ്. അപ്പോൾ ന്യൂസ് വാല്യൂ കൂടുന്നതനുസരിച്ച് PSCക്ക് കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാനുള്ള ഇത് കൂടുതലാണ്. അപ്പം അതെന്തായാലും വൈഭവ് സൂര്യവംശിയെ പറ്റി കറക്റ്റ് ആയിട്ട് കിട്ടുന്ന പുരസ്കാരങ്ങളൊക്കെ ഒരു സെറ്റാക്കി പഠിക്കുക. ഈ മലയാറ്റൂർ പുരസ്കാരം 2026 ജേതാവ് അരുന്ധതി റോയ് ആണ് കേട്ടോ. മലയാറ്റൂർ പുരസ്കാര ജേതാവ് 2026. ഈ മലയാറ്റൂർ പുരസ്കാരം പോലെ പുരസ്കാരങ്ങളൊക്കെ ഇനി പ്രഖ്യാപിക്കും. 2026 പുരസ്കാരങ്ങളെല്ലാം പ്രഖ്യാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി എഴുതി വെച്ച് പഠിച്ചോളാം. ഞാൻ മുമ്പ് പറഞ്ഞാൽ എഴുതി വെച്ച് പഠിച്ചോളാം. 2025 വരെയുള്ള നമുക്ക് 2025 അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക. 2026 ഇങ്ങനെ വരുന്നത് നമ്മൾ ക്രോഡീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും ഈ വർഷത്തിന് പകുതി ആകുമ്പോൾ ഉള്ള ഇതിന്റെ ക്ലാസ് നമ്മൾ തരും. കാരണം ഇപ്പം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഓരോന്ന് പ്രഖ്യാപിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എല്ലാം ഒരുമിച്ച് തരണമെങ്കിൽ ബുദ്ധിമുട്ടാകും. കാരണം ഓരോന്ന് പ്രഖ്യാപിച്ച് വരുന്നല്ലേ ഉള്ളൂ. ഇപ്പം പുരസ്കാരങ്ങളായിട്ട് ഒരു ക്ലാസ് പിന്നീട് ചെയ്യുന്നതായിരിക്കും. 2007 ഡിസംബറിൽ അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ. ഇനി മയക്കുമരുന്ന് ഉപയോഗം തടയുവാൻ വേണ്ടി കേരള പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. ദേശീയ കടുവാ സംരക്ഷണ സമിതിയുടെ കണക്കുകൾ പ്രകാരം 2025 മരണപ്പെട്ട ആകെ കടുവകളുടെ എണ്ണം 166 ആണ്. 2026 ജനുവരിയിൽ അമേരിക്കൻ സൈന്യം വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും പിടികൂടാൻ നടത്തിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഇത് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോളാം. കാരണം വെച്ചാൽ ഇത് അന്ന് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാനലുകൾ ഇതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പം ഇന്റർനാഷണൽ കറണ്ട് അഫെയർ, അതായത് വേൾഡ് കറണ്ട് അഫെയറിലേക്ക് വരുമ്പം ഇത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ കറണ്ട് അഫെയറിനെ തന്നെ വേൾഡ്, ഇന്ത്യ, കേരളം എന്നിങ്ങനെ കൂടുതൽ തിരിച്ച് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ വേൾഡ് മൊത്തത്തിലുള്ള കറണ്ട് അഫെയർ വെച്ച് നോക്കും, വേൾഡ് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞുള്ള സെക്ഷനിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ വെനസ്വലൻ പ്രസിഡന്റിനെയും ഭാര്യനെയും അമേരിക്കൻ സൈന്യം പിടികൂടിയത്. അതിന്റെ ഓപ്പറേഷന്റെ പേര് എന്തായാലും ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതുപോലത്തെ നല്ല കറണ്ട് അഫെയർ ആയിട്ട് വീണ്ടും കാണാം.